ഹായ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തെത്തി. ഇനി ഈ എക്സാമിന് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കേണ്ട, ഏതൊക്കെ പാഠങ്ങൾ നമുക്ക് ഒഴിവാക്കി വിടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനാണ് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. എക്സാം അടുത്തു, അതുകൊണ്ട് തന്നെ അതിന് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും നമ്മൾ. പക്ഷെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പാഠങ്ങൾ എനിക്ക് ഒഴിവാക്കാം, ഏതൊക്കെ പാഠങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മാഷ് ഓടി എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ അറിയിക്കാം. അപ്പോൾ ഇനി ഈ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാം. അപ്പോൾ അവരും കൂടെ അറിയട്ടെ ഏതൊക്കെ പാഠങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം. ഈ പാഠങ്ങൾ കണ്ടോ, ഈ പാഠങ്ങളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷം ക്രിസ്മസ് എക്സാം വരെ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണിത്. ഭാഗങ്ങളുടെ സംഖ്യ, സമയത്തോടൊപ്പം, അളവ് കണക്ക്, ഭിന്നസംഖ്യകൾ, പാർട്ട് നമ്പർ, വിത്ത് ദ ടൈം, മെഷർ, മാത്ത്, ഫ്രാക്ഷൻസ്. ഈ പാഠങ്ങളൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഓണം പരീക്ഷയ്ക്ക് ശേഷം അല്ലേ. ഈ പാഠങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സാമിന് വരിക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പറയുമ്പോൾ ആകെ 7 ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതിൽ 5 ആക്ടിവിറ്റീസിന് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് അറിയോ, നമ്മുടെ മാത്സ് എക്സാമിന് ആകെ 7 ആക്ടിവിറ്റീസ് ഉണ്ടാവുക. ഈ 7 എണ്ണത്തിൽ 5 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഈ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് അല്ലേ. അതിൽ 6 എണ്ണം അല്ലെങ്കിൽ 5 ആക്ടിവിറ്റീസ് മിനിമം വരിക ഈ പാഠങ്ങളിൽ നിന്നാണ്. അതായത് ബാക്കിയുള്ള പാഠങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന പാഠങ്ങൾ, അതിൽ നിന്ന് 1 ആക്ടിവിറ്റി 2 ആക്ടിവിറ്റി വന്ന് ചിലപ്പോൾ തീരെ വരുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മുഴുവൻ ആക്ടിവിറ്റീസും ചോദിക്കാം ഈ പാഠങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണ്? ഈ 4 പാഠങ്ങളാണ്. അപ്പോൾ ഈ 4 പാഠങ്ങളാണ് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ഓൺ പരീക്ഷയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന പാഠങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ചെറുതായിട്ട് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഈ പാഠങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ എനിക്ക് എല്ലാ ആക്ടിവിറ്റീസിലും, അതായത് ആകെ 7 ആക്ടിവിറ്റീസ് ആണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ 7 ആക്ടിവിറ്റി എനിക്ക് അറിയാമെങ്കിൽ ഞാനത് മുഴുവൻ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് 7 ആക്ടിവിറ്റീസ് അറിയെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം. അതായത് 7 ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 5 ആക്ടിവിറ്റീസ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾ 7 എണ്ണത്തിന് ഉത്തരം എഴുതി, അതിൽ ഏതോ ഒരു ആക്ടിവിറ്റീസിൽ ഒരു ചോദ്യം തെറ്റിപ്പോയി അല്ലെങ്കിൽ 2 ചോദ്യം തെറ്റിപ്പോയി, നിങ്ങൾക്ക് ഏതൊക്കെ 2 ആക്ടിവിറ്റീസിൽ B ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ ബാക്കിയുള്ള 5 എണ്ണത്തിൽ നിങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ടല്ലോ. അങ്ങനെ A ഗ്രേഡ് കിട്ടിയിട്ടുള്ള ആ 5 ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, 5 ആക്ടിവിറ്റീസിന് ഉത്തരം എഴുതിയാൽ മതി, നിങ്ങൾക്ക് 5 എണ്ണത്തിൽ ഫുൾ A ഗ്രേഡ് ഉണ്ട്, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ടീച്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇടുക. അപ്പോൾ എളുപ്പമായല്ലോ അല്ലേ. അപ്പോൾ 7 ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ 7നും ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ 7 ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതാൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഞാൻ ഇനി പഠിക്കുക? അതിനുവേണ്ടി ക്ലാസ്സുകൾ എവിടെ നിന്നാണ് കിട്ടിയ എനിക്ക്? 7 ആക്ടിവിറ്റീസിന് എനിക്ക് ഉത്തരം എഴുതണമെന്നുണ്ട്, പക്ഷെ അത് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂലല്ലോ. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നോക്കി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫുള്ളും ഉത്തരം ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ കിട്ടുമോ? അങ്ങനെ കിട്ടാൻ കഴിയില്ല, അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ അതിനെങ്ങനെ പഠിക്കാം? എക്സാമിന് ചോദ്യങ്ങൾ എങ്ങനെയാണ് ആ രൂപത്തിൽ തന്നെ പഠിക്കണം. അതിനെങ്ങനെ പഠിക്കാം? നമ്മൾ എജ്യൂബോർഡ് കാണുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. കൃത്യമായിട്ട് നമ്മൾ എജ്യൂബോർഡിൻ്റെ ലൈവിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ എജ്യൂബോർഡിൽ എന്താണ് പറഞ്ഞു തന്നത് അതേ രൂപത്തിൽ ചോദ്യപേപ്പറാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് കേട്ടോ. അതായത് എജ്യൂബോർഡിൻ്റെ ലൈവിൽ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് പക്ഷേ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മിസ്സായി പോലെ. അപ്പോൾ കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഫുൾ ഗ്രേഡ് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും എല്ലാ കാര്യങ്ങളും എജ്യൂബോർഡ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടുകളൊക്കെ എവിടെ കിട്ടുക? അതിൻ്റെ ആവശ്യമില്ല, ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോട്ടുകളൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി ഫ്രീ ആയിട്ട് അയച്ചു തരും. നോട്ടുകളും ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ലൈവിൻ്റെയും വീഡിയോൻ്റെ ലിങ്കുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എജ്യൂബോർഡ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി അയച്ചു തരും. അപ്പോൾ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ നോട്ടുകൾ നോക്കി പഠിച്ചാൽ കുറച്ചുകൂടെ നമ്മൾ മനസ്സിൽ നിൽക്കുമല്ലേ. അപ്പോൾ നോട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അവിടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും ഫുൾ A ഗ്രേഡ് ഉറപ്പിക്കുക കേട്ടോ. ബൈ ബൈ.